അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ കണക്റ്റായിരിക്കുന്ന പ്രിയ സിസ്റ്ററിൻ്റെ മക്കളാണ്. നാഗർകോവിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ആദ്യം മൈക്ക് കൊടുക്കുക, അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. പേരെന്താ, എന്താ ചെയ്യുന്നത്, എന്നെ എങ്ങനെ അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറയും. എൻ്റെ പേര് വന്നിട്ട് എൻ്റെ പേര് വന്നിട്ട് ഗോപിക കൃഷ്ണൻ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വന്നിട്ട് ഞാനന്ന് ഹിന്ദു ആണ്, കൺവേർട്ട് ക്രിസ്ത്യൻ ആണ്. ഹിന്ദു ആയിട്ട് ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആണ്. എത്ര വയസ്സിൽ? ഞാനൊരു 5 വയസ്സിലാണ്. മുമ്പ് ഞാൻ കോവിൽ അമ്പലത്തിലാണ് കൂടുതലും പോകുന്നത്. അതിന് ശേഷം ഒരു ഏജ് ശേഷം പോകത്തില്ല. പിന്നെ ഫുള്ളായിട്ട് പള്ളിയിൽ മാത്രം. ഇപ്പം പള്ളിയിൽ പോകുന്നുണ്ട്? ഇപ്പം പോകണമെന്ന് ചോദിച്ചാൽ ഇല്ല. പള്ളിയിലും പോകുന്നില്ല? അത് ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം? അങ്ങനെ ഒന്നുമില്ല. ദൈവം ഒന്നല്ലേ. സോ എമ്മതം സമ്മതമാണ് എനിക്ക്. അപ്പോൾ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യനിലേക്ക് പിന്നെ വരാം. ഞാൻ ഈ മോളുടെ ചോദിക്കട്ടെ. അപ്പോൾ മോളുടെ പേരെന്താ, എന്താ ഒരു ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേര് കൃഷ്ണൻ. ദീപിക കൃഷ്ണൻ. എന്ത് ചെയ്യും? ഞാൻ 12th പഠിക്കും. ഓക്കെ. എന്താണ് മോളുടെ ഒരു ദൈവിക സന്ദർഭം എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചുകൊണ്ട് പോയി? നീ കൺവേർട്ടഡ് ആണോ? ഹിന്ദുവാണോ, ഇസ്ലാമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യനാണോ? എപ്പോ തൊട്ട്? ആണോ? എത്രാമത്തെ വയസ്സ്? ഓർമ്മയില്ല അല്ലേ? ആര് പറഞ്ഞു നീ ക്രിസ്ത്യനാണോ? അതുകൊണ്ട് നിനക്ക് ഒരു അറിയാം ക്രിസ്ത്യനാണോ? ഇപ്പോഴോ? ഇപ്പോഴും ക്രിസ്ത്യനാണ്. പള്ളി പോകുന്നുണ്ടോ? പള്ളി പോകാത്ത, പ്രേയർ ചെയ്യും. പള്ളി പോകാത്ത ക്രിസ്ത്യനാണ്. ഓക്കെ, വെരി ഗുഡ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? പള്ളിയിൽ പോവാത്ത ക്രിസ്ത്യൻ ആണെന്ന് ചോദിച്ചില്ലേ? പള്ളിയിൽ പോയാലേ ക്രിസ്ത്യൻ ആണോ? ശരിക്കും ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എനിക്കറിയത്തില്ല. നീ പറഞ്ഞില്ലേ ഞാൻ ഹിന്ദു ആയിരുന്നു, ഇപ്പൊ ക്രിസ്ത്യനായി മാറി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ പിന്നിലുള്ള ഈ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്താണ്? I believe Jesus. You believe Jesus. Yeah. So you are Christian. എനിക്കറിയത്തില്ല. അവന്റെ ഇപ്പൊ ചോദിച്ചു എന്റെ ലൈഫില് നടന്ന ഒരുപാട് ഇൻസിഡന്റ്, പിന്നെ ഞാൻ വളർന്നു വന്ന രീതി അങ്ങനെയൊക്കെ നോക്കുമ്പോ ഐ ബിലീവ് ഗോഡ്. ഒരുപാട് എന്താ പറയുക അത്ഭുതം അതൊക്കെ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. സോ ഐ ബിലീവ് ഗോഡ്. യു ബിലീവ് ഗോഡ്. ഗോഡ് എന്ന് പറയുന്നതും ജീസസ് എന്ന് പറയുന്നതും രണ്ട് കൺസെപ്റ്റ് ഒന്നല്ല. യു വിച്ച് ഗോഡ്? ജീസസ്. യു സേ ജീസസ് ഈസ് എ ഗോഡ്, റൈറ്റ്? അപ്പൊ നീ നിന്റെ കാഴ്ചപ്പാടിൽ ജീസസ് ദൈവമാണ്, ജീസസിലൂടെയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തതെന്നാണ് പറഞ്ഞു വരുന്നത്. ജീസസ് നേരെ വരത്തില്ലല്ലോ. ജീസസ് വന്നിട്ട് അങ്ങനെയല്ല, ഒരു പേഴ്സന്റെ രീതിയിൽ. ഇപ്പം എനിക്ക് വൈകാതെ ഞാൻ ആശുപത്രി പോണെങ്കിൽ ദൈവം കറങ്ങി വരത്തില്ല. ദൈവം ഒരു ആളുടെ രൂപത്തിലാണ് വരുന്നത്. സോ അപ്പോ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അപ്പൊ നീ പറയുന്നു ജീസസ് ആണ് പല രീതിയിൽ നിന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയും ആസ് എ ക്രിസ്ത്യൻ, റൈറ്റ്? അപ്പൊ ക്രിസ്ത്യൻ അല്ലാത്തതൊക്കെ ലൈഫിനകത്തൊക്കെ സംഭവിക്കും. എന്ത് പറഞ്ഞാ എന്താ പറയാ, അവർ വിചാരിക്കുന്നത് മുസ്ലിംസ് വിചാരിക്കും എന്റെ ദൈവം വന്നിട്ട് അങ്ങനെ വിചാരിക്കും. ഹിന്ദുസ് വിചാരിക്കും. എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തത് വരെ ഹിന്ദുസ് വരുമ്പം ശിവൻ, പാർവതി, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. ബട്ട് ഈ നമ്മളെ ക്രിസ്ത്യൻ വരുമ്പം ജീസസ്, ദെൻ മുസ്ലിം വരുമ്പം. സോ അപ്പം ഇപ്പം ഞാനൊരു ഹിന്ദു ആയിരിക്കുന്നു എന്നാണെങ്കിൽ ഞാനിപ്പോ വന്നിട്ട് എനിക്കൊരു അത്യാവശ്യത്തിന് അല്ല എനിക്കൊരു കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ ഇന്ന് മുരുകന്റെ കോവിൽ പോകും, നാളെ ശിവന്റെ കോവിൽ പോകും, മറ്റന്നാ പാർവതിയുടെ കോവിൽ പോകണമെങ്കിൽ ഇതിന് ഏത് ദൈവമാണ് ഹെൽപ്പ് ചെയ്യും? ഇതാണെങ്കിൽ ഞാൻ എന്റെ സങ്കടം, എന്റെ വിഷമം, എന്റെ കാര്യങ്ങൾ ഞാൻ നേരെ വന്നിട്ട് എന്റെ അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് ഇതിനെയാണ് വേണം, ഇതാണ് കാര്യം. അത് ഇന്നല്ലെങ്കിലും ഐ ബിലീവ് ഇന്ന് നടന്നില്ലെങ്കിലും നാളെ എനിക്ക് നടക്കും എന്നാണ് എന്റെ വിശ്വാസം. ബട്ട് അതാണെങ്കിൽ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ വേറെ ഒരു കോവിൽ പോകും,
അടുത്തത് വേറൊരു കോഴി പോകും. ഞാൻ ഈ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നതാണ് റീൽസില് ഒരു കോഴി പോയാൽ ഈ പച്ചമുളക് അരച്ച് തേച്ചാൽ ദൈവം ഇത് തരും, കോഴി വെട്ടി തൂക്കിയാൽ ഇത് തരും, ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഇത് എന്താണ് ലോജിക്? സിമ്പിൾ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നിന്റെ റിലേഷനിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ സങ്കല്പോടെ നിൽക്കട്ടെ, നിനക്ക് വീട്ടില് അങ്കിളുണ്ട്, അമ്മയുടെ ബ്രദർ അല്ലേ ഉണ്ട്, പിന്നെ ഒരുപക്ഷെ ചേർച്ചിലെ പാസ്റ്റർ ഉണ്ടാകാം, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ട്, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ഗ്രാൻഡ് മദർ. അപ്പൊ ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ള കുറച്ച് പേരുണ്ട് അല്ലേ? അപ്പൊ നീ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇന്ന ആവശ്യത്തിന് ഗ്രാൻഡ് മദറിന്റെ അടുത്ത് പോകണം, ഇന്ന ആവശ്യത്തിന് അമ്മാവിന്റെ അടുത്ത് പോകണം, ഇന്ന ആവശ്യത്തിന് പാസ്റ്ററിന്റെ അടുത്ത് പോകണം. How do you classify? ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പോണത് എന്തെന്ന് വെച്ചാൽ ലൈക്ക് വയസ്സായിരിക്കുന്നു, ഒരു അമ്മയ്ക്ക് വയ്യാതിരുന്ന അമ്മയെ കാണാൻ പോകുന്നു, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം, അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് നടക്കാത്ത കാര്യം എന്തെങ്കിലും സാധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറയാം, സോപ്പിടാൻ വേണ്ടിട്ട് പോകും. പിന്നെ പാസ്റ്ററിന്റെ അടുത്ത് പോണത് എനിക്ക് അതുകൊണ്ട് ഈ ചില പ്രെയർ ചെയ്യാനായിട്ട് പോകും. അതെന്തിനാണ് എന്നറിയില്ല. നമ്മള് പ്രേയർ ചെയ്ത നമ്മള് ചർച്ചയിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രേയർ ചെയ്യുന്നുണ്ട്, അത് ദൈവം കേൾക്കത്തില്ല എന്നാണോ അങ്ങനെ ഒരു സംശയമുണ്ട്? അങ്ങനെ ഒന്നും പോകുന്നുണ്ട്. ബിക്കോസ് ഞാൻ പോകാൻ ചോദിച്ചാൽ ഇല്ല, ഞാൻ പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആലോചിക്കും, എന്താ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണല്ലോ, സെയിം അപ്പൊ ആസ് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനും പ്രാർത്ഥിക്കണമല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് പോകത്തില്ല. ബട്ട് പോകുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ എനിക്ക് കാല് വയ്യ, പിന്നെ എനിക്ക് നടുവേദന, സംതിങ് തലവേദന എന്ന് പറഞ്ഞിട്ട് ക്ലാസിന്റെ അടുത്ത് പോയി പ്രേയർ ചെയ്യണം, അല്ല ഞങ്ങൾ പ്രേയർ ചെയ്താൽ അതുകൊണ്ട്. പിന്നെ എന്തോന്ന് അവള് കൺസ്യൂ ആയില്ല, ആ ചേച്ചി 39 വയസ്സാവുന്നു, കൺസ്യൂ ആയില്ല, എന്നാൽ അത് ചർച്ചിൽ പോയാൽ കൺസ്യൂ ആവും. എനിക്ക് അവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെന്തുവാ, അതെങ്ങനെയാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നായിരുന്നു, എന്തിനാണ്? അതേപോലെ തന്നെ ഈ ചെറുകോവിലിൽ പോയാൽ മാറും. സോ എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയാൻ അമ്മ പരിപാടികൾ നല്ല ഫുഡ് കഴിക്കുക. അത് അമ്മ വെച്ചത് ബോറായി തുടങ്ങും, അമ്മ ഷോ ആണോ? അതുകൊണ്ടാണ് നീ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്കിളിന് തേടി കൊണ്ടുപോകാം സ്നേഹമുണ്ട്. അതോ ഒരു മുട്ടായി ചോക്ലേറ്റ് ഒക്കെ കിട്ടുമെന്ന് ഐസ്ക്രീം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിനും ഓരോ വ്യക്തികളെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല, ഫുഡ് കഴിക്കണമെങ്കിൽ അമ്മാമ്മേൻ്റെ അടുത്ത് പോകണം, ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പോകാം, എന്തെങ്കിലും പ്രയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പാസ്റ്റർ അടുത്ത് പോകാം. അപ്പം നമ്മളാണ് ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്, അവർ വെച്ചതാണോ? അല്ല. അപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേക്ക് ഒരു വിലയിരുത്തലുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കുന്നു, ഈ ആവശ്യമാണെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ എന്നതാണ്. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. സെയിം ഡേ ഹിന്ദുസിനും ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സർട്ടൻ കാര്യങ്ങൾ ഇന്ന ദൈവം, ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്മി, ഇനി വേറെ മറ്റെന്തെങ്കിലും കാര്യം സാധ്യത ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ മാറുക, തടസ്സങ്ങൾ മാറുക, അപ്പോൾ ഗണപതി. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത് അവരല്ല, ദൈവങ്ങളല്ല വെച്ചിരിക്കുന്നത്. ആരാ വെച്ചിരിക്കുന്നത്? നമ്മളാണ് വെച്ചിരിക്കുന്നത്. ഇവർക്ക് ഈ ഷേപ്പും ഇവരുടെ ഈ ഔട്ട്ഫിറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആരാ? അതും നമ്മൾ തന്നെയാണ്. നമ്മൾ ചാർത്തി കൊടുത്ത കോസ്റ്റ്യൂംസാണ്, ഔട്ട്ഫിറ്റാണ്, അല്ലാതെ അവർക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പം മാനുഷിക സങ്കല്പങ്ങളാണ് എല്ലാ ദൈവങ്ങളും ഇന്നുള്ള. അത് ഹൈന്ദവത്തിൽ അങ്ങനത്തെ കൺസെപ്റ്റുകൾ പലർക്കും പലതുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ജീസസ് ആണ് ദൈവം എന്ന് പറയുന്നത് ആരാണ്? ജീസസ് പറഞ്ഞു. എപ്പോഴെങ്കിലും പറഞ്ഞു നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് ജീസസ് എപ്പോഴെങ്കിലും പറഞ്ഞു? ഒരിക്കലുമില്ല. അപ്പം മനുഷ്യനാണ് ജീസസിനെയും ഒരു ദൈവസങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഈ അടുത്ത കാലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കവലയിലും ചില്ലുകൂട്ടിയിരിക്കുന്ന ഒരാളുണ്ട്, കണ്ടിട്ടുണ്ടോ? ശ്രീനാരായണൻ കണ്ടിട്ടുണ്ടോ? മഞ്ഞ പുതപ്പൊക്കെ കൊടുപ്പിച്ചിരിക്കണം, മുടി പൊളിച്ചിരിക്കുന്ന അപ്പൂപ്പൻ, എല്ലാ കവലകളിലും ഒരു ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്നാണ്, ഒരു ജാതി ഉള്ളൂ എന്നാണ്, ഒരു മതമേ ഉള്ളൂ എന്നാണ്. സോ ഇങ്ങനെ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് ആരാക്കി വെച്ചിരിക്കുവാണ്.
ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അയാൾ ദൈവമാക്കി വെച്ചേക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു ദൈവമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. പക്ഷെ അദ്ദേഹവും ആരായിട്ട് മാറി, മറ്റൊരു ദൈവമായിട്ട് മാറി. സോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരുടെ ഐഡിയാസാണ്? നമ്മുടെ ഐഡിയാസാണ്. അപ്പം നമ്മുടെ അന്ധവിശ്വാസങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻസിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ പ്രപഞ്ചത്തിൽ എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പേരെന്താ? കൃഷ്ണൻ എന്നാണോ, മുരുകൻ എന്നാണോ, ശിവൻ എന്നാണോ, ജീസസ് എന്നാണോ, അള്ളാഹു എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരുകളിൽ ആരുണ്ടാക്കിയതാണ്? എൻ്റെ പേരെന്താ പറഞ്ഞത്? ഗോപിക എന്ന് പറയുന്നത് മോളിട്ട പേരാണോ അപ്പനമ്മ ഇട്ട പേരാണോ? ആ പേരിടുന്നത് ആരാണ്? മറ്റുള്ളവരാണ് അല്ലേ? ഇന്ന ആളുടെ ഈ രീതിയിൽ വിളിക്കണമെന്ന് തീരുമാനിക്കുന്ന മറ്റുള്ളവരാണ്. ഇനി സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ കൂട്ടുകാരും ഗോപിക എന്നാണോ വിളിക്കുന്നത്? പിന്നെ മീനു എന്ന് വിളിക്കും, ഡി എന്ന് വിളിക്കും, ഇടിപൊട്ടി എന്ന് വിളിക്കും. ഇത് പല പേരിൽ വിളിക്കും അല്ലേ? സ്നേഹം കൂടുന്നവരും പെറ്റ് മീൻ എണ്ണം കൂടും ആണോ? ഇതൊക്കെ നമ്മൾ തന്നെ എന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വിളിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അവര് വിളിക്കുന്നത് അല്ലേ? സോ ഇതുപോലെ എല്ലാ ദൈവത്തിന്റെ പേരുകളും ആരുണ്ടാക്കുന്നതാണ്? നമ്മളുണ്ടാക്കുന്നത്. അപ്പൊ ഇനി മോളുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ സംശയമായിട്ട് ചോദിക്കാം. നമ്മൾ ജീസസ് 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 എന്ന് പറയുന്നില്ലേ, ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്താണെന്നറിയോ? നിന്റെ പേരെന്താ? ഈ ദീപിക എന്ന് പറഞ്ഞ പേര് ഏതെങ്കിലും കാലഘട്ടത്തിൽ മാറുമോ? മാറത്തില്ല. ഏതെങ്കിലും ലാംഗ്വേജ് മാറുമ്പോൾ മാറുമോ? ഇംഗ്ലീഷിൽ ഇന്ന പേര്, തമിഴിൽ പോകുമ്പോൾ ഇന്ന പേര്, മലയാളത്തിൽ എന്ത് പേരും ഇങ്ങനെ അങ്ങനെ മാറുമോ? മാറത്തില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഈ ജീസസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര പേര്? അതങ്ങനെ യേശു, യേശു, കർത്താവ്, ഇങ്ങനെ പല പേരുണ്ടല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മോൾക്ക് പല പേരുകൾ വിളിക്കുന്നു എന്ന് പറഞ്ഞത് മോളെ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മീനു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യലായി വിളിക്കാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേരിനെ തന്നെ എന്തായിട്ട് വെച്ചിരിക്കുവാണ്? പലതായിട്ട് വെച്ചിരിക്കും. ഓരോ ലാംഗ്വേജിൽ പോകുമ്പോൾ ഓരോന്നായിട്ട് വെച്ചിരിക്കും. അപ്പൊ ഇതും വെച്ചതായിരുന്നു നമ്മൾ. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അറിയാമോ? അത് ഒറിജിനൽ പേരിലും ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മൾ ചാർത്തി കൊടുത്തിരിക്കുന്ന കുറേ പേരുകളെ അറിയത്തുള്ളൂ. അപ്പൊ അതും എന്താണ്? മാനുഷികമാണ് എന്നുള്ളതാണ്. യേശുവിന്റെ ശരിക്കുള്ള പേര് ജഷുവ എന്നാണ് അദ്ദേഹത്തിന്റെ അപ്പനമ്മ. ഓക്കെ, ആ പേര് ഇന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ യേശു ജീസസ് എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന. ഇനി ഇസ്ലാമിലെ ആൾക്കാർ എന്താ പറയുന്ന? അല്ലാഹു എന്ന് പറയും. അവിടെ ഒറ്റ പേരോ, പിന്നെ ചിലർ പടച്ചോൻ എന്നൊക്കെ പറയും. ഇതെല്ലാം മാനുഷികമാണ്. അപ്പൊ ഏത് പേരിൽ വിളിച്ചാലും ഏത് വ്യക്തിയാണ് ശരിക്കും ആൻസർ ചെയ്യുന്നത്? ഒരൊറ്റ വ്യക്തിയാണ്. നീനൊന്ന് വിളിച്ചാലും, മോളെന്ന് വിളിച്ചാലും, നീ എന്ന് വിളിച്ചാലും നീ തന്നെ ആൻസർ ചെയ്യും എന്നുള്ളത് പോലെ, നീ പ്രതികരിക്കും എന്നുള്ളത് പോലെ, കൃഷ്ണനെ വിളിച്ചാലും, യേശുവിനെ വിളിച്ചാലും, അയ്യപ്പന്ന് വിളിച്ചാലും, ഗണപതിയെ എന്ന് വിളിച്ചാലും ഒറ്റ ദൈവത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പല ദൈവങ്ങളല്ല നമുക്ക് ആൻസർ ചെയ്യുന്നത്, ഒറ്റ ദൈവമാണ് ആൻസർ ചെയ്യുന്നത്. ഏത് പേര് വിളിച്ചാലും ആരുടെ പേരാണ്? അവരൊറ്റ ദൈവത്തിൻ്റെ പേര്. പിന്നെ നമ്മളാണ് ഈ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗണപതി കുത്തിരിക്കൽ, ശിവന്റെ ചന്ദ്രകല, യേശുവിനിങ്ങനെ ഹാർട്ടൊക്കെ വളർന്നിങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയം അകത്തല്ലേ ഇരിക്കുന്നത്? യേശുവിൻ്റെ ഹൃദയം മാത്രം ഇവിടെ ഇരിക്കുന്നത്, ആ പുറത്തായിരിക്കുന്നത്. എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ പല സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളാണ്. ഈ അതിർവരമ്പുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ശരിക്കും ഒരേ ദൈവത്തിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വേർതിരിവുകളുണ്ട്, അതായത് ഹൈന്ദവ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഈ വേർതിരിവുകൾ. ഇനി ഞാൻ അടുത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ഒരു കാര്യം കൂടെ പറയാം. നീ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞില്ല. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എന്ത് ക്രിസ്ത്യനാണ്? ആ ക്വസ്റ്റ്യൻ നിന്നോട് ചോദിച്ചാൽ നിനക്ക് അറിയാമോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? നീ എന്ത് ക്രിസ്ത്യനാണ്? എനിക്ക് മനസ്സിലായി അതാണ് ചോദിച്ചത്. അത് ഒരുപാട് കാറ്റഗറീസ് വരും. എന്തോ അത് ഒന്നിലും ഒരു രീതിയിലാണ്. എനിക്ക് അതിന്റെ പേരുകൾ അറിഞ്ഞുകൂടാ. IPC എന്ന് പറയും, പിന്നെ വെന്റിയഗോസ് എന്ന് പറയും, പിന്നെ ഒരുപാട് അതേപോലെ ഒരുപാട് ഇത് വരും. പക്ഷെ അതിൽ ഒന്നിലും ഒരു രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പറയുമ്പം ഈ വെന്റിയഗോസ് എന്ന് പറഞ്ഞാൽ കമ്മലിടത്തില്ല, പൊട്ട് വയ്ക്കത്തില്ല, ചർച്ചിൽ പോണെങ്കിൽ ഒയിറ്റേ ഇടത്തോ. ബിക്കോസ് അവിടുത്തെ റൂൾസ് അതാണ്.
ഇടണം. ദെൻ തലയില് ഈ ഷാൾ ഇടത്തില്ലേ അതിടണം. പിന്നെ കമ്മലിടാൻ പാടില്ല, വളയിടാൻ പാടില്ല, വാച്ച് ഇട്ട് ഇങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നൊരു ഇതിൽ നോക്കുമ്പോ ആക്ച്വലി ചേർച്ചില് ചെപ്പൽ ഇടല്ലേ എന്ന് പറയാം. ബട്ട് ഇതില് നോക്കുമ്പോൾ നമ്മൾ അകത്ത് ചെപ്പൽ ഇട്ടുകൊണ്ട് പോകും. ദെൻ നമുക്ക് ഇഷ്ടമുള്ള ഉരുപ്പടിയൊക്കെ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഇട്ടുകൊണ്ട് വരും. ബിക്കോസ് എന്റെ ഇത് ഞാൻ അങ്ങനെ പോകുമ്പോ ഞാൻ എന്ത് ആലോചിക്കുന്ന എന്റെ അടുത്ത് ഇത്ര ഉണ്ടെന്ന് കാണട്ടെ, അവര് കാണട്ടെ, അവര് വന്ന് ചോദിക്കട്ടെ ഇത് എവിടെന്നാണ് വാങ്ങിയത്, ഇത് എവിടെന്നാണ് പരസ്യത്തില് കാണുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ചില പീപ്പിൾസ് ഞായറാഴ്ച വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് പള്ളിയിൽ പോകണം. ബിക്കോസ് അവിടെ പോകുമ്പോ ഒരു മാക്സിമം ഒരു 50 പേര് വരും, തീർച്ചയായിട്ടും വരും. വരുമ്പം ആ 50 പേരിന്റെ കണ്ണും എന്റെ അടുത്തിരിക്കണം. ഫാദർ അവിടെ നിന്ന് പ്രെയർ ചെയ്യും, ബൈബിൾ വചനങ്ങൾ എന്തുണ്ടെങ്കിലും അവിടെ ഇത് മൊത്തം ഇവരുടെ ഭർത്താവിരിക്കും. സോ അതിനു വേണ്ടിട്ട് പോണ ചിലവരുണ്ട്, ചിലവര് കഥ സംസാരിക്കാൻ പോണവരുണ്ട്, അങ്ങനെയൊക്കെ കൂടുതലും പറയാം. സോ എനിക്ക് ഇതിൽ അത്ര ഉടമ്പാടില്ല. എന്റെ ഇത് വന്നിട്ട് ദൈവം നോക്കുന്നത് നിന്റെ ഉള്ളിനെയാണ്. അവൻ വന്നിട്ട് നിന്റെ പുറത്തിനെ നോക്കുന്നില്ല. ഇല്ല നീ ഭയങ്കര കളറായിരിക്കുന്നു, ഞാൻ ഉണ്ടാക്കാം. സോ അവരുടെ ഒരു പോസിറ്റീവ്നെസ്, നീ ഭയങ്കര കളറാണ്, സോ നോ, അങ്ങനെയെന്ന് പറയുന്നവരുണ്ട്. പിന്നെ നീ വന്ന് ലോ കാസ്റ്റ് ആണ്, ഞാൻ ഹൈ കാസ്റ്റ് ആണ്, അങ്ങനെ. Then ക്യാഷില് ഞാൻ വലിയ പണക്കാരാണ്. ദൈവം സെക്കൻഡ്സ് ഓഫ് എന്താ പറയാ, ഞാൻ ഇപ്പം വലിയ എന്താ പറയാ, എനിക്കൊരു ആണിക്കാര് ബെൻസുകാര് ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് എന്റെ ജീവൻ പിരിഞ്ഞ് എന്റെ ദേഹത്തിൽ നിന്ന് പോയാലും ഞാൻ എടുക്കാൻ പോകുന്ന 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. നീ എന്താണ് വിതയ്ക്കിനോ അതാണ് നീ ഭക്ഷിക്കും എന്നാണ് ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ അങ്കിള് ഞാൻ സ്നേഹം തന്ന അങ്കിൾ എനിക്ക് എന്തുവാ തിരിച്ചു തരും. ഞാൻ അങ്കിളുടെ അടുത്ത് ഒരു വെറുപ്പ് കാണിച്ചാൽ അങ്കിൾ എന്തായാലും ഞാൻ അങ്കിളുടെ അടുത്ത് ഒരു 5% കാണിച്ചാൽ അങ്കിൾ എന്റെ അടുത്ത് പെണ്ണ് കാണിക്കും. സോ എല്ലാ പീപ്പിൾസും ഒന്നാണ് എന്ന് ആദ്യം ഈ പീപ്പിൾസ് അറിയണം. ക്യാസ്റ്റ് എല്ലാം നമ്മളാണ് ഉണ്ടാക്കിയത് എന്നറിയണം. ഏതോ പെന്തിക്കോസ് പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഇനി മുന്നോട്ട് വരണ്ട എന്ന് പറഞ്ഞില്ലേ? ഈ കമ്മലും മാലയും ഇങ്ങനത്തെ ഉള്ള ആഷ് പുഷ് ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ബാപ്റ്റിസം എടുക്കാത്ത വ്യക്തികൾ വർഷിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചു, ബാപ്റ്റിസം എടുക്കാതെ പാടാൻ പാടില്ല. ഞാൻ അവളാണ് വർഷിപ്പ് ചെയ്തോണ്ടത്. ഏകദേശം ഒരു 1.5 മാസം ചെയ്തിരിക്കും. ചെയ്തിട്ട് എന്നപ്പം ആരോ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ബാപ്റ്റിസം എടുത്തിട്ടില്ല. പിന്നെ അവരുടെ ഡ്രസ് കോഡ് എന്തിനാണ് ചെയ്യുന്നത്, അതും ഇത്ര ഏജില് എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് ഇനി വേണ്ട. പിന്നെ ഇതിന്റെ ഇമ്പാക്റ്റില് കുറെ പേഴ്സണൽ ആയിട്ട് കുറെ ഇഷ്യൂസ്, സോ അതും കൂടെ വന്നപ്പം ഇനി വേണ്ട എന്ന്. സോ അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ട് ഇല്ല. അതുകൊണ്ട് നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ അവർക്കാണ് നഷ്ടം എന്ന് പറയാം. ഇതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടം വന്നിട്ട് ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. സോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ വീട്ടിൽ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ കുറെ ചർച്ചിലൊക്കെ ചെയ്തിട്ടുമുണ്ട്. സോ ഇതുകൊണ്ട് നഷ്ടം എനിക്കില്ല, ഞാൻ ഇതുകൊണ്ട് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ബിബ്ലിക്കലി ഒരു കാര്യം ഇങ്ങനെ പറയാം അല്ലേ? ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ കുറെ പുരുഷാരത്തിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അവിടെ കൂടെ ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ജീസസ് ശിഷ്യന്മാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എല്ലാത്തിനെയും കൊണ്ട് ആ യോർദാൻ നദിയിൽ മുക്കിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു സ്നാനപ്പെടുത്തിയിട്ട്. എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നാന്ന് പറഞ്ഞു ഇല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? ആ ചില പുള്ളികളുടെ ഡ്രസ്സൊന്നും അത്ര അവിടെയുള്ള ആൾക്കാരൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ശരി മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന പിള്ളേരെ എല്ലാം കൊണ്ടുപോകും, നിങ്ങൾ വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞില്ല? നീ വാസനല്ല പറയുന്നത് അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെയും സഹിക്കും, അന്ധവിശ്വാസമല്ല.
ഇതൊരുമാതിരി വേറെ ലാംഗ്വേജാണ് പറയേണ്ടത്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാനും ആലോചിച്ചായിരുന്നു എന്തിനാണ് ലൈക്ക് ഒരു ഞാൻ ഇന്നലെ അങ്കിളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അങ്കിൾ പറഞ്ഞത് തന്നെയാ, ഇവർക്ക് ഈ വിളക്ക് മുക്കിയിട്ട് വന്ന് ഞാൻ എടുത്തിട്ടില്ല. എനിക്കിതാ 22 ആവുന്നുണ്ട്, ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. എടുക്കണോന്ന് വിചാരിക്കുമ്പോ ഒക്കെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം വന്നത് അങ്ങനെ നീങ്ങി പോയി. ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇനി എന്റെ എക്സ്പീരിയൻസ് കൂടെ പറയാം. എന്നെ ഓർമ്മ വെച്ച നാൾ മുതലേ ക്രിസ്ത്യൻ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവരിങ്ങനെ തലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്ന് കൈക്കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ വന്നിട്ട് ലൈക്ക് ഒരു 18 വയസ്സിന്റെ മുകളിൽ 19 വയസ്സ് നമുക്കൊന്നും ഒരു മെച്ചൂർഡ് വരുമ്പം ലൈക്ക് ഇത് അങ്ങനെ പറഞ്ഞത് തന്നെയാ. നമുക്ക് ജനിച്ച ഒരു എന്താ പറയുക ഒരു 45 ഡേയ്സ് ആ 48 ഡേയ്സ് കഴിഞ്ഞ കൊച്ചിനെ എടുക്കുന്നു. അതേ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ലൈക്ക് അങ്ങനെ വെള്ളം തലയ്ക്കും. ഇതേ അബ്രോഡ്സ് ആണെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കും. ആ കൊച്ചിനെ ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചിനെ വെള്ളത്തിൽ തലമുത്ര മുക്കിയെടുക്കുന്നതാണ്. ഇതിനും അതിനും എന്താണ് ഡിഫറെന്റ്? ഓക്കെ, ഞാൻ ഈ പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നെ വളരെ എനിക്ക് ഓർമ്മ വെച്ച നാളിന് മുമ്പേ തന്നെ എന്ത് ചെയ്തു, എന്നെ അപ്പനും അമ്മയും കൂടെ സ്നാനപ്പെടുത്തി. അതായത് അപ്പനും അമ്മയും പോയിക്കൊണ്ടിരുന്ന ട്രഡീഷണൽ ചർച്ചിൽ ആ ഡിനോമിനേഷനിൽ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കാം, ആ ബിലീഫ് സിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളർന്നൊരു 30 വയസ്സൊക്കെ ആയപ്പോൾ 28-30 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ പെന്തിക്കോസ്റ്റ് മേഖലയിലേക്ക് പോയി. അവിടുത്തെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ദൈവത്തെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ണിസ്നാനം എടുക്കണം. അങ്ങനെ അവിടുത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്തു, ഉണ്ണിസ്നാനം എടുത്തു. ഉണ്ണിസ്നാനം എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണോ സ്നാനത്തിന് മുമ്പ് അതുപോലെ തന്നെ സ്നാനത്തിന് ശേഷവും അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പാലിച്ചു. അവര് പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ അതുപോലെ അനുസരിച്ചു, ഏറ്റുപറച്ചിലുകൾ നടത്തി. എന്നിട്ട് എൻ്റെ ലൈഫ്, എൻ്റെ പേഴ്സണൽ ലൈഫ് സ്നാനം എടുത്തതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് സ്നാനം എടുത്തതിന് ശേഷം. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ആ ടാങ്കിൽ ഇറങ്ങി ഒന്ന് കയറിയപ്പോഴത്തേക്ക് ചെറിയൊരു സ്മെല്ല് കിട്ടി ശരീരത്തിൽ, കാരണം പഴയ വെള്ളമായിരുന്നു. അത്ര ഉണ്ടായുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത് 2 സ്നാനവും എടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ, ശൈശവ സ്നാനവും അതുപോലെ തന്നെ മുതിർന്ന സ്നാനവും എടുത്ത ഒരു മുങ്ങി സ്നാനം എടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ആധികാരികതയോട് പറയാൻ പറ്റും, ഇതിൽ രണ്ടിലും ഒരു കാര്യമില്ല. ഇതല്ല ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ്. ഇത് ദൈവം അംഗീകരിക്കുന്നോ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ വന്നപ്പോഴത്തേക്ക് പോയി സ്നാനം എടുത്തിട്ട് വന്ന ദൈവം പറഞ്ഞില്ല, ചെന്ന് മുങ്ങിയിട്ട് വാങ്ങും പറഞ്ഞില്ല. ഇതൊക്കെ പഠിച്ച് കളഞ്ഞ് ക്ലീൻ ഷേവൊക്കെ ആയിട്ട് വെള്ളയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് ദൈവം പറഞ്ഞില്ല. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്ന ആളാണ് ദൈവം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകാം, ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം, നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മളെ കരുതും. അങ്ങനെ ദൈവവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ പതിയെ ദൈവത്തിന്റെ ക്വാളിറ്റി ആർക്ക് വരാൻ തുടങ്ങും. ഒരു ദിവസം കൊണ്ടാണോ? അല്ല, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുക്കും ദൈവികമായ ക്വാളിറ്റി നമ്മളിൽ വരാൻ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഡേ ബൈ ഡേ ദൈവമായിട്ടുള്ളൊരു ബന്ധം വേണം. അപ്പോഴാണ് ദൈവത്തിന്റെ ക്വാളിറ്റി നമ്മളിലേക്ക് വരുന്നത്. അല്ലാതെ ഈ മതം പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. ക്ലിയറായോ? അപ്പൊ ആ സ്ഥാനത്തെ കുറിച്ചുള്ള സംശയം ക്ലിയറായോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി മതങ്ങൾ വെച്ചിരിക്കുന്നത് മതങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. പെന്തിക്കോസ്റ്റിനാണെങ്കിൽ മുങ്ങി സ്നാനം എടുത്താലും ഒരു മെമ്പർഷിപ്പ് തരുന്നത്. എന്തിന്റെ മെമ്പർഷിപ്പ്? ആ ചർച്ചിന്റെ മെമ്പർഷിപ്പ്. അപ്പൊ അങ്ങനെ കുളിക്കുമ്പോൾ ആ ചർച്ചിന് മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാനം മതി, ശൈശവ സ്ഥാനമോ പിന്നെ മുതിർന്ന സ്ഥാനമാണെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെ തളിച്ചാലും മുക്കിയാലും ഒന്നും കുഴപ്പമില്ല. അവിടെ അവർ പറയുന്ന ആ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി, അവിടെ മെമ്പർഷിപ്പ് കിട്ടും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചർച്ചിന്റെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ചർച്ചിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ എന്താ ഗുണം എന്നറിയാമോ? മാസം മാസ്റ്ററിന് നമ്മൾ എന്ത് കാശ് കിട്ടും. ട്രഡീഷണൽ ചർച്ചാണെങ്കിൽ മാസം നമ്മൾ എന്ത് മാസം വരി മേടിക്കാം, അല്ലാതെ ഇവിടെ ഡൊണേഷൻസ് മേടിക്കാം. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് ആണെങ്കിൽ കൂടുതലവർക്ക് ധൈര്യത്തോടു കൂടി ചോദിക്കാം. ഇതാണ് നേട്ടം. അത് ആർക്കാ നേട്ടം? നമുക്കാണോ ഓർക്കാണോ?
ഇനി ഒരു ക്വസ്റ്റ്യന് ആ ഈ ഇതെടുത്തവർക്ക് ഈ പരസ്യം എടുത്തവർക്ക് മാത്രമേ ഈ ഹോളി കമ്മ്യൂണിയൻ അല്ല ഈ അപ്പം എന്തോ ലൈക്ക് തമിഴില് വന്നിട്ട് അപ്പം രസം എന്നാണ് പറയുന്നത്, ഇത് കൊടുക്കത്തുള്ളൂ എന്നാണ്. ബട്ട് എനിക്ക് ഇന്നൊന്ന് ദൈവം വന്നിട്ട് ദൈവത്തിന്റെ 12 ശിഷ്യന്മാർക്കും ദൈവം കൊടുത്തു. സോ അവര് വന്നിട്ട് പരസ്യം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല, അവർക്ക് ദൈവം തന്നെ കൊടുത്തു. പക്ഷെ ഈ പാസ്റ്റർമാരും ശരി ഫാദർമാരും ശരി നീ ബാപ്റ്റിസം എടുത്താലേ നിനക്ക് ആ ഒരു അംഗീകാരം കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ഈ ഹോളി കമ്മ്യൂണിയൻ ഈ പറഞ്ഞില്ലേ അപ്പവും രസവും എന്ന് പറഞ്ഞു, ഇവിടെ മലയാളത്തിൽ അപ്പവും വീഞ്ഞു എന്നാ പറയുന്നത്, വീഞ്ഞ് വൈൻ. ഓക്കെ, ഇത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയുള്ള കുറെ സാക്രമെന്റുകൾ ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. യേശു ഇങ്ങനൊരു സാധനം സ്ഥാപിച്ചിട്ടില്ല. യേശു അനുവർത്തിച്ചു വന്നത് യഹൂദ മതം പറഞ്ഞിരിക്കുന്ന ഒരു അനുഷ്ഠാനമായിട്ടുള്ള പെസഹയാണ് ആചരിച്ചത്. അതിനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ എന്താക്കിയിരിക്കുന്നത്, തിരുവത്താഴം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ആക്കി വെച്ചേക്കുന്നത്. യേശു അനുഷ്ഠിച്ചത് ഹോളി കമ്മ്യൂണിയൻ ഒന്നുമല്ല, എന്തായിരുന്നു? പെസഹയായിരുന്നു. അത് യഹൂദന്റെ ഒരു ആചാരമായിരുന്നു, അനുഷ്ഠാനമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. അത് നമുക്കില്ല, അതേ ഉള്ളൂ. യഹൂദൻ ജ്യൂസിനെ ഉള്ളൂ. നമുക്ക് എന്താ ഫെസ്റ്റിവൽ? ഓണം, പിന്നെന്തുണ്ട്? ദീപാവലി, പിന്നെന്തുണ്ട്? പിന്നെ ഇങ്ങനെയുണ്ട് പൊങ്കൽ, അങ്ങനെ കുറെ നമുക്ക് കുറെ ആചാര അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളുണ്ട്. സോ ഇതുപോലൊരു ആഘോഷമാണ് യഹൂദന്റെ ആഘോഷമാണ് പെസഹ. ആ പെസഹ ശിഷ്യന്മാരുമായിട്ടിരുന്ന് ആഘോഷിച്ചതാണ് ഈ തിരുവത്താഴം എന്ന് പറഞ്ഞ് പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ആ ഒരു അത്താഴത്തിനുള്ള പ്രത്യേകത, ആ ഒരു പെസഹയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ജീസസ് പെസഹ എടുത്തിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് എടുത്ത പെസഹയാണ് ഒരു ആഘോഷമായിട്ട് വെച്ചിരിക്കുന്നത്. സോ അതിനൊരു കസ്റ്റമാക്കി എടുത്തിട്ട് എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷനിലും ഒരു സാക്രമെന്റായിട്ട് അതിനെ സ്ഥാപിച്ചു. ആ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സ്ഥാപനം നിലനിൽക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങിയതിരിക്കട്ടെ, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനാ ആ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്താ? അതിൻ്റെ പേരെന്താ? ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ചാരിറ്റി. അപ്പോൾ ചാരിറ്റി ചെയ്തില്ലെങ്കിൽ ഈ ഓർഗനൈസേഷന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? പ്രസക്തി ഉണ്ടോ? അപ്പോൾ അത് തുടങ്ങിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? ചാരിറ്റി. സോ ഇതുപോലൊരു ഓർഗനൈസേഷനാണ് ചർച്ച്. ഇന്നുള്ള എല്ലാ ചർച്ചും ഓർഗനൈസേഷൻസ് ആണ്. ആ ഓർഗനൈസേഷൻസിനകത്ത് എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈവൻസ് ഇങ്ങനെ നടത്തണം. അപ്പോൾ അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈവൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച് ആക്ടിവിറ്റീസിനകത്ത് കാണുന്നത്. അത് ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ നിനക്ക് 10ാം ക്ലാസ്സിന് എക്സാം എഴുതണം. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ വാക്കിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറയുന്ന കുറേ നിബന്ധനകളില്ലേ, ഇല്ലേ? 9ാം ക്ലാസ് പാസ്സാകാതെ 10ാം ക്ലാസ്സിൽ പാസ്സാകാൻ പറ്റുമോ? അപ്പോൾ 10ാം ക്ലാസ് പാസ്സാകുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സാം അപ്പിയർ ചെയ്യണമെങ്കിൽ തന്നെ കുറേ നിബന്ധനകളാണ്, അല്ലേ? അതാരും വെച്ചേക്കുന്നതാ? ദൈവം വെച്ചേക്കുന്നത്. പിന്നെ അവർ വെച്ചേക്കുന്നത്. സോ അത് എപ്പോഴും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഓക്കെ, സെയിം വേ ചർച്ച് വെച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഹോളി കമ്മ്യൂണിയൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കഴിയണം? ബാപ്റ്റിസം എടുക്കണം. അതാരും വെച്ച നിയമം? ആ ചർച്ച് വെച്ച നിയമം. അത് ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല. സോ ഈ ആർസി എന്ന് പറയുന്ന ചർച്ചിൽ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ അച്ഛന്മാർ ഇത് മുക്കി കൊടുക്കും. പെന്തക്കോസ്ത് വരുമ്പോഴത്തേക്ക് എത്ര വയസ്സാകണം? 18 വയസ്സാകണം, പ്രായപൂർത്തിയാകണം. സോ ഇതാരും വെച്ച നിയമം? ഇതും ഓർഗനൈസേഷൻ വെച്ച നിയമം. സോ ഓരോ ഓർഗനൈസേഷനും ഓരോ നിയമങ്ങളുണ്ട്. ഇത് ആരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത്, ദൈവമായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത്. പക്ഷെ അവരത് വെച്ചിരിക്കുന്ന ആരുടെ പേരില്ല? ദൈവത്തിന്റെ പേരില്ല. എന്നാലേ ആൾക്കാരെ അനുസരിക്കത്തുള്ളൂ, അല്ലേ? റൈറ്റ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഹിന്ദുക്കളല്ലാത്തവർക്ക് കയറാൻ പാടില്ല. അറിയാലോ, വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഗുരുവായൂർ അമ്പലം. അവിടെ ആർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ? ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ശബരിമലയും ഒരു വലിയൊരു ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ ആർക്ക് പ്രവേശനമുണ്ട്? അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഞാൻ ശബരിമല പോയതല്ലേ. അപ്പോൾ ശബരിമലയിൽ ആർക്ക് പോവാം? ആർക്കും പോകാം. പക്ഷെ ഗുരുവായൂർ ആർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ? ഹിന്ദുസിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ക്രിസ്ത്യാനികൾ പോകുന്നുണ്ടോ അവരെ പറ്റിച്ച്? എങ്ങനെയാ? ഞാനും പോയിട്ടുണ്ട് പണ്ട്. എങ്ങനെയാണെന്ന് അറിയുമോ? സ്കൂളിൽ എക്സ്കർഷൻ പോകുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് കുട്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തും. ഗുരുവായൂർ എക്സ്കർഷൻ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ ആരും വരണമെന്ന് ടീച്ചേഴ്സിന് പറയാൻ പറ്റുമോ? ഗുരുവായൂർ മാത്രമായിട്ട് എക്സ്കർഷൻ കൊണ്ടുപോകത്തില്ല. അവിടെ മലമ്പുഴയോ അവിടെ ഇവിടെയൊക്കെ പോയിട്ടായിരിക്കും ഗുരുവായൂർ കൂടെ കയറുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വരിവരിയായിട്ട് നടത്തിയിട്ട് വന്ന് പറയും, ക്രിസ്ത്യൻ പേരുള്ള കുഞ്ഞുങ്ങൾ എല്ലായിടത്തും പറയും, അവരാരെങ്കിലും പേര് ചോദിക്കണമെങ്കിൽ നിന്റെ പേര്
ഗണേശെന്നോ ശിവനെന്നോ എന്തെങ്കിലും പറയണമെന്ന് പറയും. എൻ്റെ പേര് മനോജ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ പേരല്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വേറെ ഏതെങ്കിലും പേരുള്ള ക്രിസ്ത്യൻസാണ്, യേശുദാസ് എന്നൊക്കെ പറഞ്ഞ പേരുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൃഷ്ണദാസ് എന്നോ കൃഷ്ണകുട്ടി ചിലപ്പോൾ കാഷ്വലി ചോദിക്കാം. അപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലം. സോ ഗുരുവായൂർ അമ്പലത്തിനകത്ത് നിയമപരമായി ആർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ? ഹിന്ദുസിന് മാത്രം. പക്ഷേ ഈ നിയമം നിലനിൽക്കുമ്പോഴും ടീച്ചേഴ്സ് തന്നെ കുഞ്ഞുങ്ങളെ കള്ളം പറഞ്ഞകത്ത് കയറ്റുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ ക്രിസ്ത്യനായിട്ടുള്ള കുഞ്ഞുങ്ങൾ അകത്ത് കയറിയതുകൊണ്ട് അമ്പലത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് വരെ ഇല്ല. അപ്പോൾ ആൾക്കാർ കയറുന്നുണ്ടോ ചോദിച്ചാൽ കയറുന്നുണ്ട്. പക്ഷെ നിയമം ആരുണ്ടാക്കി വെച്ചേക്കുന്നതാണ്? ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് അവിടെ ഭാരവാക്യം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നാളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നിയമം അവർക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ആ അമ്പലത്തിൽ പോണെങ്കിൽ എന്തെങ്കിലും മതം രീതിയായിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നാണ്. ഓരോ ക്ഷേത്രത്തിനകത്തും അവർ വെച്ചിരിക്കുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പൊ ശബരിമല പോകണമെങ്കിൽ 40 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. വെറുതെ വോക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശബരിമല അനുഷ്ഠാനിക്കുന്ന അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന നിഷ്കർഷ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് മാത്രമേ ശബരിമലയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊന്നും ചെയ്യാതെ വളഞ്ഞ വഴിക്ക് പോകുന്ന ആൾക്കാരില്ലേ? അതുകൊണ്ട് അപ്പോൾ എവിടെയും വളഞ്ഞ വഴിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിയായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളും അവരുടേതായിട്ടുള്ള അനുശാസനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ടുണ്ട്. അത് അനുഷ്ഠിച്ച് പോകുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ബൈപ്പാസ് ചെയ്ത് എന്ത് ചെയ്യും? എനിക്കറിയാം ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ ഒരു ദിവസം പോലും വ്രതം എടുക്കാതെ ശബരിമലയിൽ പോകുന്നത് എനിക്കറിയാം. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അങ്ങനെ പോകുമ്പോൾ ഇപ്പം അവിടെ വരണമെങ്കിൽ 48 ദിവസം എടുക്കണം, ഈ കാലത്തും വൈകുന്നേരം കുളിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങള് തെറ്റിച്ച് നമ്മളിപ്പോ അവിടെ പോകുന്നുണ്ട്. സോ അതിന് ഇൻഡയറക്റ്റ് അവർക്ക് വരത്തില്ല. ഇല്ല. ഇനി അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് കൂടെ പറയാം. ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തെ വ്രതമുണ്ട്, വേറെയും കുറെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് ഫുൾഫിൽ ചെയ്താൽ ഇവിടെ പോകാവൂ എന്നുള്ളൊരു കാര്യം വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവികതയല്ല അവിടെ ഉള്ളത്, മറിച്ച് ശാസ്ത്രീയതയാണ്. ശബരിമല എന്ന് പറയുന്നത് കംപ്ലീറ്റ് ശാസ്ത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു 40 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുക്കണം എന്നുള്ളത് സയൻസാണ്. എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മുടെ ബോഡിക്ക് കിട്ടും. സോ ഇതേ കാര്യമാണ് മതത്തിന്റെ ഒരു അനുഷ്ഠാനത്തോടുകൂടെ ശബരിമല വെച്ചേക്കുന്നത്. അപ്പം അതിന്റെ ഉദ്ദേശശുദ്ധി എന്താ? ശാസ്ത്രീയമാണ്. ഇനി അവിടെ പോകുന്നത് ബെയർ ഫുഡിലേ പോകാവൂ. അവിടെ എൻട്രി പോയിന്റ് മുതൽ ആ സന്നിധാനം വരെ എന്തിലേ പോകാവൂ? ചെരിപ്പിടാതെ പോകാവൂ. എന്തിനാ ചെരിപ്പിടാതെ പോകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്? നമ്മുടെ എല്ലാ ഇന്നർ ഓർഗൻസിന്റെയും കണക്ട് ചെയ്യുന്ന വെയിൻസ് വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ പാദത്തിന്റെ അടിയിലാണ്. സോ അവിടെ സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഓർഗൻസ് എല്ലാം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, നല്ല ഫങ്ഷനിങ് നടക്കും. സോ ഈ ബെയർ ഫുഡായിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ പാദത്തിനടിയിൽ നല്ല മസാജ് കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ അനുഷ്ഠാനം വെച്ചത്. അല്ല ദൈവം പറയുന്നില്ല ദൈവം ചെരുപ്പിടാതെ. ഓക്കെ. സോ ഇത് ഒരു ശാസ്ത്രീയമായ കാര്യമാണ്. ഇനി നമ്മളവിടെ പോകുന്നത് കാടിനകത്തൂടെയാണ്. കാടിനകത്തൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ, നമുക്ക് കിട്ടുന്ന ഒരു ബ്ലിസ് ഉണ്ട്, നമുക്കൊരു ഫീലുണ്ട്. അവിടെ കിട്ടുന്ന എനർജി വേറെ, അതുപോലെ നല്ല ശുദ്ധമായ വായു കിട്ടും. സോ ആ ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ മനസ്സ് ഭയങ്കര കാമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് വനത്തിനകത്ത് അത് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അല്ലാതെ ദൈവം വനത്തിനകത്തൊന്നുമല്ല ഇരിക്കുന്നത്. റൈറ്റ്. സോ ശബരിമല പാക്കേജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വർഷത്തിൽ ഒരിക്കൽ അവന് ശാരീരികമായും മാനസികമായും ഉണ്ടാകേണ്ടുന്ന ആ ഒരു റിജവനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാക്കേജ് ചിട്ടപ്പെടുത്തിയത്. പിന്നെ അതിനൊരു ഡിസിപ്ലിൻ വേണം. അതുകൊണ്ട് ആരുടെ പേര് വെച്ചു? ഒരു ദൈവത്തിന്റെ പേര് വെച്ചു. ഇതാണ് ശബരിമലയിലെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം. ഇനി അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഡിവൈനിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ വേണമല്ലോ, അല്ല വെറുതെ പോയിട്ട് വന്നിട്ട് കാര്യമില്ല. സോ അവിടെ വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ അറേഞ്ച് ചെയ്യണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ചില അനുഭൂതികൾ ഉണ്ടാകാനുമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും എവിടെ ഇല്ല, പള്ളിയിലില്ല, ചർച്ചിലൊന്നുമില്ല. ചർച്ച എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തനം മാത്രമേ. ഇനി ചർച്ച തുടങ്ങിയതിന് വേറെ ഉദ്ദേശശുദ്ധിയുണ്ട്. ഇന്നത്തെ ചർച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. പണ്ട് ചർച്ച തുടങ്ങിയതിന് ഭയങ്കര ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു, നല്ല പവിത്രമായ ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അതിനകത്തുനിന്നെല്ലാം പോയിട്ട് എന്തായി മാറിയത്? ശുദ്ധ ഒരു ബിസിനസ് സെന്ററായിട്ട് മാറി.